കൂട്ട നിലവിളി ഉയരുകയാണ് ഇസ്രായേലി നഗരത്തിൽ നിന്നും. ബങ്കറിൽ പോലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം ചെന്ന് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇസ്രായേൽ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു ഇസ്രായേൽ. എന്നാൽ ഇന്ന് ഒരു വ്യക്തിക്ക് പോലും കൃത്യമായ രീതിയിൽ സുരക്ഷിതത്വമില്ല എന്ന ബോധ്യം അവർക്ക് തന്നെ തെളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നത്. ലോകാടിസ്ഥാനത്തിലുള്ള ജൂത വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ജൂതരാഷ്ട്രം നമ്മൾക്കുണ്ട്, അവിടെ നമ്മൾ സുരക്ഷിതരാണ്, അവിടെ നമ്മുടെ നയങ്ങളും നിലപാടും സമീപനങ്ങളും മാത്രമേ ഉയർന്നു വരികയുള്ളൂ, ലോകം നമ്മൾക്ക് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലുള്ള വലിയ സന്ദേശങ്ങളാണ് ലോകാടിസ്ഥാനത്തിൽ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ആ രാജ്യം മുന്നോട്ട് വച്ചിരുന്നത്. അതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ നിന്ന് അവരുടെ വീടും അവരുടെ ഈ ഭൂമിയും സ്വത്തുക്കളും ഒഴിവാക്കിക്കൊണ്ടോ വിൽപ്പന നടത്തിക്കൊണ്ടോ വ്യത്യസ്ത ഘട്ടത്തിൽ 1950 കാലഘട്ടത്തിന് ശേഷം നിരന്തരം എന്ന തരത്തിൽ ഇസ്രായേലിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കേരളത്തിലെ കൊച്ചി ഭാഗങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ജൂതരാഷ്ട്രത്തെ തേടിയും ജൂതരാഷ്ട്രത്ത് സഹവസിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ട് പോവുക എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് തന്നെയാണ് അവർ കണ്ടത്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ നയങ്ങൾ, നമ്മുടെ നിലപാടുകൾ, ആ രീതിയിലേക്ക് മുന്നോട്ട് വെക്കപ്പെട്ട മുദ്രാവാക്യം പൂർണ്ണ അർത്ഥത്തിൽ ജൂത വിഭാഗം സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ. അവിടെ നിന്നിട്ടുള്ള 1950 വർഷത്തിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ മേഖലയിലും വലിയ വിജയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ്. വിവര സാങ്കേതിക രംഗത്ത്, യുദ്ധ സാമൂഹ്യ രംഗത്ത്, ആയുധ നിർമ്മാണ രംഗത്ത്, പ്രതിരോധ സംവിധാന രംഗത്ത്, അങ്ങനെ സർവ്വ മേഖലയിലും ഒരു മാതൃകാ രാജ്യമായി മാറുന്ന തരത്തിലുള്ള സമീപനം ആ രാജ്യത്തിനുണ്ടാവുകയും അത് ലോകം പോലും അതിശയിക്കുന്ന രീതിയായിട്ട് മാറുകയും ചെയ്തു. 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധം, അതിന് അവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം ലോകാടിസ്ഥാനത്തിൽ ലഭ്യമാവുകയും ചെയ്തു. 6 രാജ്യങ്ങളോട് ഏകദേശം 6 ദിവസം കൊണ്ട് ഏറ്റുമുട്ടി വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം നേതൃത്വം നൽകിയ ഒരു യുദ്ധമായിരുന്നു അത്. 100% അവർ വിജയിച്ച് കയറുമെന്ന് ലോകത്തിന് അറിയാവുന്ന ആ യുദ്ധത്തിൽ അമേരിക്കയും ഫ്രാൻസും അറേബ്യൻ രാജ്യങ്ങൾ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. ഏതായിരുന്നാലും ലോകം നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് ഈ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതുവരെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ഭൂമിയുടെ 4 ഇരട്ടി ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് ഈജിപ്തിൽ നിന്നും, സിറിയയിൽ നിന്നും, ലെബനാനിൽ നിന്നും, ജോർദാനിൽ നിന്നും ഇസ്രായേൽ ഭൂമിക പിടിച്ചെടുത്തത്. ഈ ഒരു സംഭവം നടന്നതോടുകൂടി ഇസ്രായേലിൻ്റെ ശക്തി ലോകം അംഗീകരിക്കുകയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് ലോകത്തിന് അത് ബോധ്യമാവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. എല്ലാ മേഖലയിലും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ ജൂത ലോബിക്കുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. ജൂത വിഭാഗം പറയുന്നതിനനുസരിച്ച് പല അമേരിക്കൻ പ്രസിഡന്റുമാരും തുള്ളിക്കളിക്കാറുള്ളത് സ്വാഭാവികമാണ്. ഒരു കാലത്തും 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കാലത്തും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ ഉടക്കിയതായിരിക്കുന്ന ഒരു വിവരം വന്നിട്ടില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ സ്റ്റേറ്റ് പോലെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ കാണുന്നത് എന്ന് ചുരുക്കം. 2025 ആ രീതികൾക്കും സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു. 2025 ജൂലൈ മാസത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചത്. 12 ദിനം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ശക്തിയും ബലവും ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തിന് മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തളർന്നു പോയി, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പ്രതിരോധമില്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു പ്രയാസമുണ്ടായി എന്ന് മാത്രമല്ല,
ജൂതന്മാർ രാജ്യം വിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി മേഖലയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതായത് അവർക്ക് സുരക്ഷിതമില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക കാലമായിരുന്നു ആ 12 ദിവസ യുദ്ധം. ബങ്കറിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് 100% ഇസ്രായേലി ഗവൺമെൻറ്റിനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ എത്തിയത്. അത് കഴിഞ്ഞു ആ യുദ്ധം അവസാനിച്ചതായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തു. അതൊരു കരാർ വ്യവസ്ഥ പ്രകാരമല്ല, താൽക്കാലികമായിട്ടാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇറാൻ്റെ പ്രതികരണം. അങ്ങനെ ആ കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ടാമത്തെ ആക്രമണം ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയത്. അതോടുകൂടി ഇറാൻ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അവരുടെ കൈവശത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള നൂതന സാങ്കേതിക സംവിധാനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ബിൽഡിങ്ങിൻ്റെ താഴ്വാരത്തും ബങ്കറുകൾ സ്ഥാപിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിയമമാണ്. ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രാജ്യം മുന്നോട്ട് വെക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്ത് ബങ്കറുകൾ ഉണ്ടാക്കണം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചുറ്റുഭാഗം ശത്രു രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളുടെ ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഭൂപ്രതലത്തിൻ്റെ മേലെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നീട് താഡ് പോലെയുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അങ്ങനെയുണ്ട്. എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ അടിഭാഗത്ത് ഇത്തരം ബങ്കറുകൾ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു നിയമം. ആ ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം ഗസയിൽ നിന്നോ അല്ലെങ്കിൽ ലെബനാനിൽ നിന്നോ ഒക്കെയാണ് വരാറുള്ളത്. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ആക്രമിക്കാറുള്ളത്. അതല്ലെങ്കിൽ ഗസയിൽ നിന്നാണ് ആക്രമണം. അവരെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ഇത് ധാരാളം മതി എന്നുള്ളതായിരുന്നു കാര്യം. എന്നാൽ ഇറാനുമായിട്ട് കളിച്ചപ്പോൾ അതിൻ്റെ രീതിക്കൊക്കെ വലിയ മാറ്റം വന്നു. ഇറാൻ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. അതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുന ഒടിഞ്ഞിരിക്കുകയാണ്. ബങ്കറിൽ അഭയം തേടി എന്ന് പറയുന്ന സമയത്ത് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം രാവും പകലും സംയുക്തമായ രീതിയിൽ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം ഹൈപ്പർസോണിക് മിസൈലിൽ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും പ്രതിരോധ സംവിധാനത്തിനും അപ്പുറമാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ബോധ്യപ്പെട്ടത്. ബങ്കർ പോലും തുളച്ചു കയറുന്ന തരത്തിലാണ് എന്ന് പറയുന്ന സമയത്ത് ഈ ഇസ്രായേലിൻ്റെ ബങ്കറിൽ നിന്ന് കൂട്ട നിലവിളി ഉയരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പോലും രക്ഷയില്ലാത്ത വിധം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെ അകത്ത് ജീവിക്കാനും പറ്റുന്നില്ല, രാജ്യം വിട്ടു പോകാനും പറ്റുന്നില്ല. ഇത്തരമൊരു ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.